സ്കൂൾ വിദ്യാർത്ഥിയെ വഴിക്കടവ് എസ്.ഐ ഹരികൃഷ്ണൻ മർദ്ദിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചതോടെയാണ് എസ്.ഐ പകപോക്കൽ തുടങ്ങിയത്. ഉമ്മറിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. തന്റെ മകനെയും എസ്.ഐ പീഡിപ്പിക്കുന്നുവെന്ന് ഉമ്മർ പറയുന്നു. വലിയ മോൻ +2 പഠിക്കുന്ന ടൈമിലാണ് എസ്.ഐ ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞ് പിടിക്കുന്നത്. അത് ലൈസൻസ് ഇല്ലാത്തന്നെയാണ്. ലൈസൻസ് ഇല്ല, അവന് ലൈസൻസ് ഇല്ലായിരുന്നു. ആ രീതി എന്റെ മോനാണെന്ന് അറിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ എന്റെ കുട്ടിയെ സാങ്കല്പിക ബൈക്കിലിരുത്തി. അതിന്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെക്കൻ കാലിങ്ങനെ കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ മണ്ടയ്ക്ക് എസ്.ഐ അല്ല, ആ സ്റ്റേഷനിൽ ഒരാള് മണ്ടയ്ക്ക് അടിച്ചിട്ട് എനിക്കിടാ 1 മണിക്കൂറിലിടാൻ എനിക്ക് സമയം ചെയ്തതാണ്. 1 മണിക്കൂർ മുമ്പിൽ ക്ലോക്ക് വെച്ചിട്ട് ആ ക്ലോക്കിൽ നോക്കിയിട്ട് 1 മണിക്കൂർ സാങ്കല്പിക ഇരുത്തി. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും എസ്.ഐ കേസുമായി മുന്നോട്ട് പോയി. മാവോയിസ്റ്റ് ഭീഷണിയുടെ പേരിൽ ഈ മേഖലയിലെ എസ്.ഐമാർക്ക് അമിത അധികാരമാണ് നൽകുന്നതെന്നും നിലമ്പൂർ പ്രസ് ഫോറം ഭാരവാഹികൾ പറയുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും ഉമർ പരാതി നൽകിയിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഉമറിനെതിരെ 2 കേസ് മാത്രമേ ഉള്ളൂവെന്നാണ് എസ്.ഐ ഹരികൃഷ്ണന്റെ വിശദീകരണം. മീഡിയ 1 മലപ്പുറം.